നമസ്കാരം. ഹിസ്റ്ററി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്നും പറയാറുള്ളത് പോലെ തന്നെ നമ്മളുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ UDF കൺവീനർ അടൂർ പ്രകാശിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയൊരു പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി കൃത്യമായി ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ഒരു കാരണവശാൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയായിരുന്നു. അതല്ല എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, വളരെ സെക്യൂരിറ്റിയോടുകൂടിയിരിക്കുന്ന സോണിയാഗാന്ധിയെ പോലെയുള്ള UPAയുടെ ചെയർമാനായിരുന്ന ഒരു വ്യക്തിയെ വീട്ടിൽ പോയി, അതും 2 തവണ പോയി കാണുകയും അവർക്ക് ഒരു സമ്മാനമായി കയ്യിലൊരു ചരടോ ബ്രേസ്ലെറ്റോ എന്തോ കെട്ടിക്കൊടുക്കുകയും പിന്നെ മറ്റെന്തോ ഒരു പാരിതോഷികം ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടെ നൽകിയിരുന്നു. ഈ 2 പേരുടെയും പ്രസക്തി എന്താണെന്ന് നമുക്കറിയാം. ഈ 2 പേരും ശബരിമല സ്വർണം മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് സംശയത്തിൻ്റെ നിഴലിൽ മാത്രമല്ല കുറ്റക്കാരെന്ന് നമുക്ക് 100% ഉറപ്പുള്ളവരാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള 2 പേർ സോണിയാഗാന്ധിയെ കണ്ടതുമായി ബന്ധപ്പെട്ടപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ആ ഫോട്ടോയെ കുറച്ചുകൂടെ ഒന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് മറ്റ് 2 പേരുടെ തലകൾ കൂടി കാണാം. ഒന്ന്, നമുക്ക് വളരെ സുപരിചിതനായ പത്തനംതിട്ട MP ആന്റോ ആന്റണിയും അതോടൊപ്പം അന്ന് MP ആയിരുന്ന അടൂർ പ്രകാശും. അദ്ദേഹത്തിൻ്റെ സ്ഥലം അടൂരാണ്, പത്തനംതിട്ട സ്വദേശിയാണ്. ആന്റോ ആന്റണിയും പത്തനംതിട്ട സ്വദേശിയാണ്. ഈ 2 പേരുടെയും സ്ഥലം ഇരിക്കുന്നത് ശബരിമല ഇരിക്കുന്ന അതേ ജില്ലയിലാണ് എന്നുള്ളത് ചിലപ്പോൾ ഒരു കോയിൻസിഡൻസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആകസ്മികം എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ ആണ്. അപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകൻ പോലും, രമേശ് ചെന്നിത്തല പോലും കാത്തുകെട്ടി കിടക്കണം, എന്തിനേറെ പറയാൻ K കരുണാകരൻ പോലും കാത്തുകെട്ടി കിടക്കേണ്ട ഗതികേടാണ് ആരെ കാണാൻ, സോണിയാഗാന്ധിയെ കാണാൻ. ആ സമയത്താണ് അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൊണ്ട് പോയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അടൂർ പ്രകാശിനെയും കൊണ്ട് പോയത്. ഇത് ഇങ്ങനെ തിരുത്തി പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ് ഈ പറയുന്ന നമ്മുടെ അടൂർ പ്രകാശിൻ്റെ വെർഷൻ. അതായത് ഞങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കൊണ്ട് പോയതല്ല കേട്ടോ, പിന്നെയോ ഞങ്ങളെയും കൊണ്ട്, അതായത് അടൂർ പ്രകാശിനെയും കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പോയതാണ്. അപ്പോൾ ഇതിനകത്ത് എവിടെയോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണോ സോണിയാഗാന്ധിയുമായി ഏറെ അടുപ്പം, കേരളത്തിലെ ഒരു MP ആയിട്ടിരിക്കുന്ന അടൂർ പ്രകാശിനാണോ സോണിയാഗാന്ധിയുമായി ഏറെ അടുപ്പം എന്നൊരു സംശയം നമ്മുടെ മുന്നിലുണ്ട്. ആ സംശയം നമുക്കവിടെ നിർത്താം. കാര്യം കൂടുതൽ അക്കാര്യത്തിലേക്ക് സംശയം പോയാൽ ചിലപ്പോൾ സ്വർണം മോഷ്ടിച്ചത് സോണിയാഗാന്ധിക്ക് വേണ്ടിയിട്ടാണെന്ന് ചിലപ്പോൾ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ പറഞ്ഞാൽ നമ്മളതിന് ഉത്തരവാദിയാകാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ സോണിയാഗാന്ധിയെ പോയി കണ്ടു, ഉണ്ണികൃഷ്ണൻ പോറ്റി അടൂർ പ്രകാശിനെയും വിളിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വെർഷൻ ആയിട്ട് നമ്മളിവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് പരിചയം? അത് സ്വാഭാവികമായി നമുക്കുണ്ടാകുന്ന ഒരു സംശയമാണല്ലോ. സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ചില ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഈ സാമൂഹ്യ നന്മയെ കരുതിയിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് ഈ നന്മമരങ്ങൾ എന്നൊക്കെ പറയുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഒരു നന്മമരമായിരുന്നു. അപ്പോൾ ഈ നന്മമരത്തിന് പിന്നെ നമ്മൾ വിചാരിക്കും ഈ നന്മമരം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൂടെയൊക്കെ പോയി, പണ്ട് നമ്മുടെ VD സതീശൻ നന്മമരം ചമയാൻ വേണ്ടിയിട്ട് പോയി പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുറച്ച് പണമൊക്കെ അടിച്ചുകൊണ്ട് വന്ന കഥയൊക്കെ നമുക്കറിയാം. അപ്പോൾ അതെല്ലാം അവിടെ നിൽക്കട്ടെ, അത് നമ്മുടെ ചർച്ചയിൽ തൽക്കാലം വരുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ചില സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു, സാമൂഹ്യ നന്മയെ കരുതി ചില പ്രവർത്തനങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ച് അടൂർ പ്രകാശിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ പറയാം, അദ്ദേഹത്തിൻ്റെ വീടുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് പേർക്കൊക്കെ നന്മ ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്ക് ഉദ്ഘാടകനായി വിളിക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ആരെ, അടൂർ പ്രകാശ് എന്ന് പറയുന്ന MP. ശരി, ഇതിനു മുൻപ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. മുഖ്യമന്ത്രിയുമായി അടുപ്പമുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അടുപ്പമുള്ള ഒരാളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഈ അടൂർ പ്രകാശിനെ പോലെ ഒരു MPയെ വിളിച്ചിട്ട് ഉദ്ഘാടനം ചെയ്യിക്കാതെ അത്ര അടുപ്പമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിച്ചാൽ പോരെ എന്ന് നമുക്ക് ആർക്കെങ്കിലും ഒരു സംശയം തോന്നിയേക്കാം. കാരണം ഇവർ പറഞ്ഞതനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ചെവിയിൽ പോയി കാര്യം പറയാനുള്ള കഴിവും അതോടൊപ്പം അടുപ്പമുള്ള ഒരാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പോൾ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി മുഖ്യമന്ത്രി വിളിച്ചുകൂടാ? അടുപ്പമുണ്ടല്ലോ. അപ്പോൾ അടുപ്പമില്ലാത്ത ഒരാളെ വിളിക്കേണ്ട ആവശ്യമില്ല, അപ്പം അടൂർ പ്രകാശിനെ വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തോ ഒരടുപ്പമുണ്ട്. അപ്പോൾ ചോദിച്ചു, എന്താണ് അദ്ദേഹം നടത്തുന്ന പരിപാടി, ചാരിറ്റി പരിപാടികളുണ്ടല്ലോ, അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയി. ആരുടെ? അടൂർ പ്രകാശിൻ്റെ. അടൂർ പ്രകാശിന് മനസ്സിലായി ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ സംഗതി കയ്യിൽ നിന്ന് പോകും. പക്ഷേ ഈ അടൂർ പ്രകാശ് വന്നത് എന്തിനെന്നറിയോ? മുഖ്യമന്ത്രി പറഞ്ഞ ഓരോ നമ്പറിനും, അതായത് ഓരോ പോയിന്റുകൾക്കും അക്കമിട്ട് മറുപടി പറയാനാണ് ശരിക്കും അടൂർ പ്രകാശ് മാധ്യമങ്ങളെല്ലാം വിളിച്ചു. എനിക്ക് 10 പറയാനുണ്ട് ആരെ, മുഖ്യമന്ത്രിയെ, അതിനുവേണ്ടി നിങ്ങളെല്ലാവരും വരണം എന്ന് പറഞ്ഞുകൊണ്ട് പോയ മാധ്യമങ്ങളെ ശരിക്കും പറഞ്ഞാൽ അടൂർ പ്രകാശ് നിരാശപ്പെടുത്തി കളഞ്ഞു. ഒരു ചുക്കും ചുണ്ണാമ്പുമില്ല. ഏറ്റവും അവസാനം മാധ്യമപ്രവർത്തകർ ചീത്ത വിളിച്ചു, നിങ്ങൾ ചിന്തിക്കുന്ന വഴിക്ക് വേണോ ഞാൻ വരാൻ? എന്നായി
ആ പരിപാടി ഞാൻ പറയും, ഞാൻ ഉള്ള കാര്യങ്ങൾ പറയും. ഞാൻ അവസാനം വിചാരിച്ചു ഏതെങ്കിലും കൈനോട്ടക്കാരനെ വല്ലതും ആയിരിക്കും ഇവർ പിന്നെ മാധ്യമ സമ്മേളനം നമ്മൾ ഓഡിയോ മാത്രം കേൾക്കുകയാണെങ്കിൽ ഏതെങ്കിലും കൈനോട്ടക്കാരൻ്റെ പത്രസമ്മേളനമാണെന്ന് കരുതി ഉള്ളത് മാത്രമേ പറയൂ, ഇല്ലത് പറയാനും മടി കാണിക്കത്തില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ ടോക്ക് അങ്ങ് ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ചയൊക്കെ വളരെ മനോഹരമായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. എന്ന് വെച്ചാൽ കൃത്യമായി പറഞ്ഞാൽ ഈ പറഞ്ഞു വെക്കുന്നതിനകത്ത് എവിടെയൊക്കെയോ ചില പോരായികകളുണ്ട്. പോരായിക എന്ന് തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞില്ലേ എന്ത് തരത്തിലുള്ള പരിപാടിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് സംഘടിപ്പിച്ചത്. കാരേറ്റെങ്ങാണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥലം. അപ്പം അങ്ങനെയുള്ളപ്പോൾ പിന്നെ കാരേറ്റ് നടക്കുന്നൊരു പരിപാടിയിൽ പങ്കെടുത്തു. എന്ത് തരം പരിപാടിയാണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ല ശരിക്കും. അതായത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി MP ആയിരിക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരാൾ വിളിക്കുമ്പോൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരാൾ അല്ലെങ്കിൽ ഒരു ചാരിറ്റി വർക്കർ വിളിച്ചു കഴിയുമ്പോൾ അവിടെ പോയി ഇന്നതായിരുന്നു ഞങ്ങളുടെ പരിപാടി, അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾക്ക് യൂണിഫോം വിതരണം, അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾക്ക് പഠനോപകരണ വിതരണം, അതുമല്ലെന്നുണ്ടെങ്കിൽ നിർധനരായ ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കുന്നു, ഇങ്ങനെ തുടങ്ങി പദ്ധതിക്കൊരു പേരുണ്ടാവില്ല. ഇപ്പോൾ പുനർഗേഹം പദ്ധതി എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ തന്നെ സ്മൈൽ നമ്മുടെ പെണ്ണുപിടിയൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ഒരു പദ്ധതിയുടെ പേരായിരുന്നു. അത് അവിടുത്തെ ഏതൊരു വ്യവസായിയുമായി ചേർന്നുകൊണ്ട് സാധാരണക്കാർക്ക് വീട് വെച്ച് കൊടുക്കുന്നത്. അത് ചില പഞ്ചായത്തുകളിൽ നിർദ്ദിഷ്ട താല്പര്യക്കാർക്കും വേണ്ടി മാത്രമാണ് ആ വീട് വെച്ച് കൊടുത്തത് എന്നുള്ളത് വസ്തുതയായി അവശേഷിക്കുന്നു. അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പദ്ധതിക്ക് പേരുണ്ടാവും, അല്ലെങ്കിൽ ഇന്നതാണ് അവിടെ നടന്ന പരിപാടി എന്നെന്താണ് ഈ ഇദ്ദേഹത്തിന് പറയാനൊരു മടി? അടൂർ പ്രകാശിന് പറഞ്ഞൂടെ ഇന്ന പരിപാടിയായിരുന്നു, ഇന്ന ആൾക്കാർക്ക് വേണ്ടി? മുഖ്യമന്ത്രി എടുക്കുക ചോദിച്ചാൽ മുഖ്യമന്ത്രി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അന്ന് മുഖ്യമന്ത്രിയെ വന്ന് കണ്ടപ്പോൾ അവിടെ അത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വെച്ച് നടന്നൊരു പരിപാടി, അതിനകത്ത് വളരെ അടുത്ത കാലത്ത് നടന്ന ഒരു പരിപാടിയാണ് അതെന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും. അതെന്തായിരുന്നു പരിപാടി? ശബരിമലയിലെ പോലീസിന് ആംബുലൻസ് കൈമാറുന്ന പരിപാടി. അതിൽ മുഖ്യമന്ത്രിയാണ് പ്രധാനമായി അവിടെയുള്ളത്. അത് ആരുടെയും പിന്നെ വീടിനകത്തെ ഹാളിനകത്ത് വെച്ചിട്ടായിരുന്നില്ല ചെയ്തത്, സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് എന്താണ് പ്രശ്നം? അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിയെക്കുറിച്ച് വ്യക്തമായി പറയാൻ അടൂർ പ്രകാശിന് മടിയുണ്ട്, അല്ലെങ്കിൽ അടൂർ പ്രകാശിന് കഴിയുന്നില്ല. അപ്പോൾ ശോഭിക്കുകയാണ്. മാധ്യമപ്രവർത്തകരെ അങ്ങ് ചീത്ത വിളിക്കുന്ന രീതിയിലേക്ക് പത്രസമ്മേളനം അവസാനിപ്പിച്ച ഒറ്റ മുങ്ങലാണ്. ഇങ്ങനെയാണോ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത്? സോണിയാഗാന്ധിയെ പോലെ ഒരു നേതാവിൻ്റെ അടുക്കിലേക്ക് ഇങ്ങനെ ഒരാളെ കൊണ്ടുപോകുമ്പോൾ എന്തായിരുന്നാലും ഉണ്ണികൃഷ്ണൻ പോറ്റി വിചാരിച്ചാൽ സോണിയാഗാന്ധിയെ കാണാൻ കഴിയില്ല എന്നുള്ളത് ഏത് പൊട്ടനും അറിയാൻ കഴിയും. അത് ഈ അടൂർ പ്രകാശിനും അറിയാം. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് തന്നെ പ്രയോഗിച്ചത്. സോണിയാഗാന്ധിയെ കാണാൻ ഈ 2 MP-മാരുടെയും ഗോവർദ്ധൻ്റെയും പിന്നെ അതോടെ സഹായമില്ലാതെ, അതായത് ഈ 2 MP-മാരുടെ സഹായമില്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ബെല്ലാരിയിലെ റാത്തൻ ജുവലറിയുടെ ഓണറായ ഗോവർദ്ധനും കഴിയില്ല അവിടേക്ക് എത്തിപ്പെടാനുള്ള വസ്തുത തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇവർ തന്നെയാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കൊണ്ടെത്തിച്ചു. എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് അവിടെ കൊടുത്തിരിക്കുന്ന ഇമേജ് എന്നുള്ളത് മാത്രമാണ് നമുക്കറിയാത്തത്. എന്ന് വെച്ചാൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയതും വളർത്തിയതും വലുതാക്കിയതും അവിടെ ഇരിക്കുന്ന സ്വർണ്ണ വിഗ്രഹങ്ങളുടെയും സ്വർണ്ണപ്പാളികളുടെയും കണക്കും തൂക്കവും അളവും എല്ലാം എടുപ്പിച്ച് വളരെ കൃത്യമായി ഇന്ന സമയത്ത് മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പറ്റിയ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിൽ ഈ പറയുന്ന എല്ലാവർക്കും പങ്കുണ്ടെന്നേ. അപ്പോൾ പോറ്റിയെ കയറ്റിയത് ഉമ്മൻചാണ്ടി ആണെങ്കിൽ, പോറ്റിക്കല്ലിട്ടത് ഉമ്മൻചാണ്ടി ആണെങ്കിൽ അതിൻ്റെ വിളവ് കൊയ്തുകൊണ്ടിരുന്നത് ശരിക്കും കോൺഗ്രസ്സുകാരാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇനി അന്വേഷണം അങ്ങോട്ട് പുരോഗമിക്കട്ടെ. മുഖ്യമന്ത്രി തെറ്റുകാരനാണെന്ന് അങ്ങോട്ട് വയ്ക്കുക. എന്തിനാണ് മുഖ്യമന്ത്രി താൻ കുടുങ്ങും എന്ന് ഉറപ്പുള്ള ഒരു അന്വേഷണത്തിന് മുഖ്യമന്ത്രി കോഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സഹകരിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇപ്പോൾ അവർ ചെയ്യുന്ന പുതിയ പരിപാടി, പൊതുവെ ഈ പറയുന്ന പോലെ തലവെട്ടിക്കറ്റ മിടുക്കന്മാരാണ് കോൺഗ്രസ്സുകാരെന്നുള്ള വിവരം നമുക്കറിയാം. കാര്യം പിന്നെ സ്വപ്ന സുരേഷിൻ്റെ ഒപ്പം നിൽക്കുന്ന സ്വപ്ന സുരേഷിന് ഒരു വിവാഹ ചടങ്ങിൽ നമ്മുടെ EP ജയരാജനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി പങ്കെടുക്കുന്ന സമയത്ത് EP ജയരാജൻ്റെ ഭാര്യയുടെ മുഖം അങ്ങോട്ട് മാറ്റിയിട്ട് സ്വപ്ന സുരേഷിൻ്റെ പടം വെട്ടിവെക്കാൻ കാണിച്ച ഒരു ബുദ്ധിപരമായ നീക്കം ഇത് ഈ കൊങ്ങികളെ കൊണ്ടേ സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ അതിബുദ്ധിമാന്മാരായ ആളുകളാണ്. സത്യമറിയാതെ പോറ്റിയെ കയറ്റി എന്ന് പറഞ്ഞിട്ട് പാട്ടെഴുതി വെച്ചു. ഏറ്റവും അവസാനം കുടുങ്ങിയതാരാണ് എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഭൂലോക മണ്ടത്തരം കാണിച്ചു വെക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് ഏറ്റവും അവസാനം മുഖ്യമന്ത്രി ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് പോടാ കൊച്ചു കള്ള എന്നും പറഞ്ഞുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടിക്കുന്ന പോലെയുള്ള ഭാവങ്ങളും ഒക്കെ ഇട്ടുകൊണ്ട് വെച്ചിട്ട് പടമിറക്കുക. ഇതൊക്കെ ഇത്രയ്ക്ക് ബുദ്ധിശൂന്യരായ കോൺഗ്രസ്സുകാരെ കൊണ്ടേ സാധിക്കുകയുള്ളൂ. ആദ്യം കോൺഗ്രസ്സുകാരെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന കാര്യം നിങ്ങളുടെ അതായത് കോൺഗ്രസ്സുകാരുടെ അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനകത്തിലെ വാസ്തവം. എന്തുകൊണ്ടാണ് അറിവുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഇതിനകത്തുള്ള പിടിയിലായ ബാക്കിയുള്ള എല്ലാ എണ്ണവും എന്ന് വെച്ച് കഴിഞ്ഞാൽ തനി കോൺഗ്രസ്സുകാർ തന്നെയാണ്.
അതിലാകപ്പാടെ പത്മകുമാറിനെയും എൻ വാസുവിനെയും മാത്രമേ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയൂ. ഇപ്പോൾ വേണ്ട ഇപ്പം മറ്റേ മണി അറസ്റ്റിലാവുന്നു, ബാലമുരുകൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ ബാലമുരുകൻ പിടിയിലാവുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നുണ്ട്, അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്, പലതരത്തിലുള്ള പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വളരെ പ്രധാനിയായ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പിന്തുണ ഈ പറയുന്ന ബാലമുരുകൻ ഉണ്ടായിരുന്നു, അത് ജയലളിതയാണ് എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അന്വേഷണം കൂടുതൽ വ്യക്തതയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇനിയും ചിലപ്പോൾ നമുക്കറിയില്ല, ഈ പണ്ട് കരുണാകരൻ്റെ കാലഘട്ടത്തിൽ മോഷണം പോയിരുന്നില്ല നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന്, അതിൻ്റെ തിരുവാഭരണങ്ങളൊക്കെ ചിലപ്പോൾ ഇനി ഇയാളുടെ കയ്യിൽ നിന്ന് കണ്ടെത്തുമോ ഇല്ലയോ എന്നൊക്കെയുള്ള നമുക്ക് പിന്നീട് അറിയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അടൂർ പ്രകാശ് ഇക്കാര്യത്തിൽ ചില വ്യക്തത പാലിക്കണം എന്നുള്ളതാണ്. അല്ലാതെ ഇങ്ങനെ കിടന്ന് ഉരുണ്ടിട്ട് കാര്യമൊന്നുമില്ല. വളരെ കൃത്യമായി വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയാൻ അടൂർ പ്രകാശിന് ഇതുവരെ അറിയത്തില്ല. അടൂർ പ്രകാശ് വേണമെങ്കിൽ കുറച്ചുകൂടെ കടന്നു കൈയായിട്ട് പണ്ട് കുറച്ച് നാളിന് മുമ്പ് ഈ പെണ്ണുപിടിയനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പെണ്ണിൻ്റെ ശബ്ദവും ആ ഉണ്ടാക്കിയെടുത്ത ഫോൺ സന്ദേശങ്ങളെല്ലാം AI ആണ് എന്ന് പറഞ്ഞ് ബിരുദനാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അടൂർ പ്രകാശ് അങ്ങനെ പറയാം, ഇതെല്ലാം AIയുടെ പുതിയ ടെക്നോളജിയാണ് എന്ന് പറയാം. അപ്പോൾ പിന്നെ AI വെച്ചുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ സോണിയാഗാന്ധിയെ കൊണ്ട് ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. VD സതീശന് ചെയിൻ കെട്ടി കൊടുത്താൽ പോരെ, അല്ലെ VD സതീശന് ഒരു കിരീടം ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ട് അത് പറഞ്ഞാൽ പോരെ. അപ്പോൾ അതൊന്നും അല്ല സത്യം. എന്താണ് സത്യസന്ധമായ കാര്യമെന്നുള്ള അടൂർ പ്രകാശിന് അറിയാം. അടൂർ പ്രകാശിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം മോഷ്ടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. ഈ പിന്നെ ഇവരെ കാണാൻ പോകുന്ന സമയത്ത് തന്നെ വ്യക്തമായതാണ്. ഇയാളൊരു പെരുങ്കള്ളനാണെന്നും അയാളുടെ കൂടെ നിൽക്കുന്ന ഗോവർദ്ധൻ എന്ന് പറയുന്ന ബെല്ലാരിയിലെ ജ്വല്ലറി ഓണർ കള്ളന് കഞ്ഞിവെച്ചവനാണെന്നും അറിയാവുന്ന ഏറ്റവും മികച്ച ഒരു കള്ളനാണ് ഈ ശരിക്കും പറഞ്ഞ അടൂർ പ്രകാശ്. അല്ലാന്ന് നമുക്ക് പറയാൻ യാതൊരു വകുപ്പുമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് കൃത്യമായി ഷാർപ്പായി മറുപടി കൊടുക്കാനുള്ള തൻ്റെ ഇടമില്ലാണ്ട് പോയി എന്ന് വേണേൽ പറയാം. ഇവിടെ കുറേ പേരുണ്ട് ആ കൂട്ടത്തിലേക്ക്, അതായത് രമേശ് ചെന്നിത്തലയും VD സതീശനും ഈ പറയുന്ന പോലെ മാധ്യമങ്ങളെ കാണുമ്പം ഈ നാവെടുക്കാതെ കുറേയധികം കള്ളത്തരങ്ങൾ പറയില്ലേ, ആ കള്ളത്തരത്തിൻ്റെ കൂട്ടത്തിലേക്ക് ചേർക്കാൻ പറ്റിയ ഒരേ ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അടൂർ പ്രകാശം. ഇനിയിപ്പം കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ മുഖമുദ്ര എന്ന് പറയുന്ന ഈ രീതിയിൽ ബേസ്ലെസ് ആയിട്ടുള്ള ആരോപണങ്ങൾ, അതായത് പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നതാണോ അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ക്വാളിഫയിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കോൺഗ്രസ്സുകാരെ എന്തായാലും പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. തന്നെയുമല്ല ഒരുപാട് വേറെ പ്രശ്നങ്ങളുണ്ട്. അതായത് ഇപ്പം പിന്നെ തൃശ്ശൂർ നഗരസഭയായിട്ട് ബന്ധപ്പെട്ടും നിരവധി പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, എറണാകുളം നഗരസഭയായിട്ട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ജയിക്കുന്നവരെ ഉള്ളൂ ഈ ഐക്യം എന്നൊക്കെ പറഞ്ഞ്, അത് കഴിഞ്ഞാൽ പിന്നെ അനൈക്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി രൂപീകരണമാണ് കേരളത്തിൽ സാധ്യമാകുക. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഇവരെങ്ങാണം ഭൂരിപക്ഷം നേടി ജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. മന്ത്രിയാകാൻ വേണ്ടി ഇവിടെ തല്ലിക്കൊല്ലും, കുത്തിക്കൊല്ലും, വെട്ടിക്കൊല്ലും, ഇങ്ങനെയുള്ള നിരവധിയായ കലാപരിപാടികളായിരിക്കും പിന്നീട് നടക്കാൻ പോകുന്നത്. പിന്നെ ആരൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ കാശ് മേടിച്ചെന്നോ, ആരൊക്കെ ഏതൊക്കെ പെട്ടിക്കകത്ത് പണം കൊണ്ടുവന്ന് AICCയുടെ പോക്കറ്റിൽ കൊണ്ട് വെച്ചു കൊടുത്തു എന്നൊക്കെയുള്ളതിൻ്റെ ഒരു വിശദമായ ചിത്രം പിന്നാലെ പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് സ്വർണ്ണക്കൊള്ളയാണ്. സ്വർണ്ണക്കൊള്ളയിലും അടൂർ പ്രകാശുമാണ്. അടൂർ പ്രകാശിൻ്റെ മെഴികൾ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് ആർക്കും ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.